and gentlemen, Malayalis, welcome back to yet another video. We are reacting to Pluto, the first glimpse. Right. Neeraj Madhav, Altaf Salim, Aju Varghese, Arsha, Baiju, Adityan, Chandrasekhar. ഹാപ്പി വിഷു പീപ്പിൾ. കണിക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു. കണി കണ്ടിട്ടില്ല എങ്കിൽ ഞാനൊരു എൻ്റെ പേരിലും കൃഷ്ണ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് ഇടയ്ക്ക്. അവസാനം എൻ്റെ ലാസ്റ്റ് നെയിം കൃഷ്ണയാണ്. സോ കണ്ടോളൂ, മതി വരുവോളം കണ്ടോളൂ. ദക്ഷിണ എന്തെങ്കിലും ഇടണമെങ്കിൽ മറ്റേ താങ്ക്സ് എന്ന് പറയുന്ന ബട്ടൺ താഴെ ഉണ്ടാകും, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ഇത് ഈ വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ട്രെയിലർ ആയതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിച്ചാൽ മറ്റേ താങ്ക്സിൻ്റെ സാധനം വരില്ല. അപ്പം വേറെ ഏതെങ്കിലും ഇതിൽ പോയിട്ട് മറ്റേ താങ്ക്സിൻ്റെ ഹാർട്ടിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഇടണം. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ കാണുന്നത് തന്നെ വലിയ കാര്യം. സോ ഹാപ്പി വിഷു പീപ്പിൾ. മറ്റേ വിഷുവായിട്ട് യുദ്ധം എവിടെയെങ്കിലും പോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഗ്യാസൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ഇയാൾ ട്രംപിൻ്റെ ഈഗോ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇതിൻ്റെ അകത്ത്. അയാൾ സമ്മതിക്കില്ല. മറ്റേ ഇറാൻ്റെ ഡീലൊന്നും ഇയാൾ സമ്മതിക്കില്ല. ഇപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ആഴ്ച വീണ്ടും ടോക്ക് ഉണ്ടെന്ന് പത്രത്തിലൊക്കെ കണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്ന് അവസാനിക്കായിരിക്കും. അല്ലെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടി വെള്ളത്തിലോട്ട് പോകും. എനിവേ വി ഹാവ് പ്ലൂട്ടോ ഫസ്റ്റ് ഗ്ലിംസ്. വേറെ കുറച്ച് ട്രെയിലേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതെടുക്കാൻ തോന്നിയത് ഇതിൻ്റെ ഒരു പേരും ആ ഒരു തംബ്നെയിലുമാണേ. അത് വാട്ട് ഡസ് ദിസ് മീൻ? എന്തോ ഒരു കയ്യിലൊരു പച്ച സാധനം. നോ ഐഡിയ വാട്ട് ദിസ് ഇസ്. വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. आपके पास बहुत सारे काम. Wait, hold on. Okay. വിക്കി നിന്റെ അച്ഛൻ പറയുന്ന കറക്റ്റ്. ഛേ, നീ ഇത്ര കാള ഷടാ, ഈ സാധനം കയറിയൊന്ന്. പോലെ വളർന്നില്ലേ? വിക്കി നിന്റെ അച്ഛൻ പറയുന്ന കറക്റ്റ്. നീ ഇത്ര കാള പോലെ വളർന്നില്ലേ? ഒരു ശകല ഉത്തരവാദിത്തം കാണിച്ചൂടെ? നീ ഒരു ഒന്നാം തരം തോൽവി. മീര, ലീവ് മീ അലോൺ. I really wish I had a second chance. ഏലിയൻ മ്യൂസിക് ആണോ? Few losers will arrive up. Wait, are these aliens? Harley Quinn. Hey? Hey? എടാ, അയാള് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല. കാര്യം കാണാൻ ഏതറ്റം വരെയും പോകും. അല്ല, അവനേത് ഗാലക്സി പോയി വിളിച്ചാലും എനിക്ക് അവനെ ഇവിടെ വേണം. What? ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരളത്തിൽ ഏലിയന്റെ സാന്നിധ്യം. ഇവരൊക്കെയാണ് ഇതുവരെ നമ്മുടെ അറിവിൽ സൂപ്പർമാൻ, ജാദു, ഈറ്റി, PK, തോർ, യോഡ. ഇത് 2 ജാദു അത്രേ കിട്ടിയിട്ടുള്ളൂ. ഇതുവരെ നമ്മുടെ അറിവിൽ ഭൂമിയിൽ വന്നിട്ടുള്ള ഏലിയൻസ്. ഇവരിൽ ആരുടെ സൂപ്പർ പവർ ആയിരിക്കും അളിയനുള്ളത്? Come on, think. അപ്പൊ ഏലിയ, വെൽക്കം ടു കേരള. ഏലിയ, വെൽക്കം ടു കേരള. പക്ഷെ എനിക്ക് അധികമൊന്നും മനസ്സിലായില്ല. ഓക്കെ, ആദ്യം കാണിച്ചത് പുള്ളി ഒരു ഗുണമില്ല, ജീവിതം അടുത്ത് ഒരു പ്രത്യേക അവസ്ഥ, എന്നിട്ട് വെള്ളം അടിച്ച് കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവൻ ഏലിയൻ അല്ല, നീരജ് മാധവ് ഏലിയൻ അല്ല, അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, a few losers. Will arrive. അപ്പോൾ ഫ്യൂ ഏലിയൻസ് അറൈവ് ചെയ്യുന്നതാണോ? ഫ്യൂ ഏലിയൻ ലൂസേഴ്സോ? ചേടാ, ഇങ്ങനത്തെ ഫിലിംസ് മലയാളം അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഒരു നല്ല കാര്യം കേട്ടോ. അത് ഐ എം വെരി ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ മസ്തിഷ്കം പറഞ്ഞാൽ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ജാൻഡ്ര പിടിക്കുന്ന മലയാള സിനിമ തിരിഞ്ഞു പോലും നോക്കാത്തൊരു ജാൻഡ്രായിരുന്നു. ഈ ടൈമിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമുക്ക് ഹിറ്റ് ഫിലിംസ് വരുന്നുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ലോക ഇറങ്ങി, മിന്നൽ മുരളി ഇറങ്ങി, പിന്നെ ഇപ്പോൾ
നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്ന കത്തനാറിൻ്റെ ട്രെയിലർ ഒരു രക്ഷയില്ല. പക്ഷേ ഇത് അതേപോലെ ബഡ്ജറ്റ് അതേപോലെ ഒരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ കൂടി മഞ്ജു വർഗീസും നീരജ് മാധവൊക്കെ ഉണ്ട്. സ്റ്റിൽ ഇതൊരു ഭയങ്കര അടിപൊളി ട്രെയിലറായിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് യുണീക്ക്. ആ യുണീക്നെസ് ആണ് സ്റ്റിൽ ഇറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് ഹോപ്പ്. അതായത് ഇങ്ങനത്തെ ആൾക്കാർ കൂടുതൽ പടം പിടിച്ചാൽ ഒബ്വിയസ്ലി ഈ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പാകും. ഈ ഒരു ടൈപ്പ് ജാണർ എടുത്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും സ്റ്റോറി റൈറ്റേഴ്സിനും ഒക്കെ വരും. ദാറ്റ്സ് വാട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ആക്ച്വലി. നമുക്ക് എന്താ പറയുക, കമൻസ് എന്താ പറയണേ? മോളിവുഡ് UFO മോഡ്, മോളിവുഡ് ഓൺ ഗോഡ് മോഡ്, മ്യൂസിക്, മലയാള സിനിമയിൽ പുതിയൊരു പരീക്ഷണം. ഹാപ്പി ടു സീ ടാലന്റ് കാസ്റ്റ് ടുഗദർ. യോഡ ഹാഡ് നെവർ ബീൻ ടു എർത്ത്. ആക്ച്വലി ദാറ്റ് ഇസ് ട്രൂ. യോഡ ബീൻ ടു എർത്ത്? താനോസ് മിസ്സിങ്. അല്ല, കുറേ ഏലിയൻസ് ഉണ്ട്. ലോക്കിയും ഇഷ്ടംപോലെ ഏലിയൻസ് ഉണ്ടല്ലോ. അസൽ സലംസ് ഡയലോഗ് ഡെലിവറി ഈസ് ഓൾവേസ് സ്പെഷ്യൽ. മോളിവുഡ് ആക്ച്വലി ഇങ്ങനത്തെ ഫിലിംസ് ചെയ്യാൻ ബഡ്ജറ്റ് കുറേ വേണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മസ്തിഷ്ക മരണത്തിൻ്റെ ബഡ്ജറ്റ് കണ്ടപ്പോൾ അതെല്ലാം പോയി. മസ്തിഷ്ക മരണം അധികം എന്തോ ആരോ 5 കോടി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിന് താഴെയാണെന്നാണ് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. 3 കോടിക്ക് അണ്ടറിലാണെന്നാണ് ഞാൻ കേട്ടത്. അത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ സാധനങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഓബിയസ്ലി ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ അത്യാവശ്യം സ്റ്റോറിയോ ആ ഒരു ഒത്തൻറ്റിക് വൈബോ ഇല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. ദാറ്റ് ഈസ് എസ്പെഷ്യലി മലയാളി ഓഡിയൻസിന് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു യൂണിക് ആയിട്ടുള്ള എലമെൻറ്റ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു നല്ല സ്റ്റോറി അല്ലെങ്കിൽ നല്ല കോമഡി വേണം. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ വർക്കാവും. എനിക്കിതിന് മുമ്പ് ഒരു ഏലിയൻ ഏലിയനല്ല, ഏഞ്ചൽ ജോൺ സിനിമ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അതിൽ ഇതേപോലെ ആയിരുന്നു. ഒരാൾ ജീവിതം എടുത്തിട്ട് ലാസ്റ്റ് ഏഞ്ചൽ ജോൺ വന്ന് അവരുടെ ജീവിതം റെഡിയാക്കുന്നത് ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരേ ഏലിയൻ അല്ല, മൾട്ടിപ്പിൾ ഏലിയൻസ് ആണ്. സിനിമ വന്നാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇങ്ങനത്തെ ഒരു പടം എടുക്കാനുള്ള ധൈര്യം, ഗട്ട്സ്, റൈറ്റ്, ഒരാൾക്കല്ല ഹോൾ ഇൻഡസ്ട്രിക്ക് പ്രചോദനമാണ്. ആൻഡ് ഈവൻ ബോളിവുഡിൽ പോലും ഞാൻ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. മസ്തിഷ്ക മരണം പോലൊരു സിനിമ ബോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സൂപ്പർ ഹീറോ ഫിലിംസ് ബോളിവുഡ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിന് മുന്നേ മോളിവുഡാണ് മര്യാദയ്ക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിന് മുന്നേ ബോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള ക്രിഷും എന്താ പറയുക, വേറെ ഏതൊക്കെയാണ് പ്രോപ്പറായിട്ടുള്ള സൂപ്പർ ഹീറോസ് അല്ലേ, എനിക്ക് കറക്റ്റ് ഓർമ്മയെന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതും ഇത്ര പോപ്പുലാരിറ്റി പിടിച്ച് പറ്റിയിട്ടില്ല. മിന്നൽ മുരളി ലോകയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഒരു സൂപ്പർ ഹീറോ എലമെൻറ്റ് തന്നെ ഒരു സ്റ്റാൻഡേർഡ് രീതി വരുന്നത്. അത് മോളിവുഡാണ് കൊണ്ടുവരുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഹാവ് സോ മച്ച് റെസ്പെക്ട് ഫോർ മോളിവുഡ് ഫോർ പുള്ളിങ് ഔട്ട് തിങ്സ് ലൈക്ക് ദിസ്. ഐ എം ഗ്ലാഡ് ദേ ആർ ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് മാൻ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് മച്ച് ടു സേ ആക്ച്വലി. നമുക്കൊരു ട്രെയിലർ വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. So without no further ado, let's wrap it up. And if there's any trailers or movies that you want me to react to, let me know in the comment section below. I'll definitely take a look. And I'll see you guys next video. Good night. Bye-bye.